ഹേ ഗായ്സ്, ദിസ് ഇസ് ബെസ്റ്റ് കാർപിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ മാസം വരാൻ പോകുന്ന പുതിയ 5 വാഹനങ്ങളെ പറ്റിയാണ്. അതിൽ കുറച്ച് വാഹനങ്ങളുടെ ലോഞ്ച് കൺഫേംഡ് ആണ്, കുറച്ച് വാഹനങ്ങളുടെ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലോഞ്ചാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും അത്യാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്, വളരെ മോശമല്ല. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് പുതിയ ടൈഗൺ ഫേസ് ലിഫ്റ്റ് ആണ്. നമ്മൾ കുഷാക് ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്, അത് ജസ്റ്റ് ഒരു മാർച്ചിൽ ആണ് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നത്. വണ്ടി ഒരു ജേർണലിൽ തന്നെ കാണിച്ചായിരുന്നു, പക്ഷേ അത് അൺവെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയുടെ ഏപ്രിൽ 9-നാണ് അവർ അൺവെയിൽ ഇവൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അഗെയിൻ നമുക്ക് ഡിസൈൻ ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. പ്രൈസ് അവർ പറയുകയാണെങ്കിൽ മിക്കവാറും മെയ് ഒക്കെ കഴിയുമായിരിക്കും. കുഷാക്കിൽ വന്ന പോലെ 2 മാസം ഡിലേ അല്ലെങ്കിൽ 1 മാസമെങ്കിലും മിനിമം ഡിലേ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കുറച്ച് റെൻഡേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ കാണും, ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ. കൂടുതലും നമ്മുടെ ഇപ്പോഴത്തെ ഫോക്സ് വാഗൻ വാഹനങ്ങൾ, അതായത് ഇലുമിനേറ്റഡ് ഫോക്സ് വാഗൻ ലോഗോ ഫ്രണ്ടിൽ വരിക, പിന്നെ നമ്മുടെ പുതിയ ടയറിനായിക്കോട്ടെ ടിഗ്വാനായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്രണ്ടിലത്തെ ലൈറ്റിംഗ് എലമെൻറ്റ്, ബാക്കിലത്തെ ലൈറ്റിംഗ് എലമെൻ്റ് ഒക്കെ വരിക. അതുപോലെ ഇൻറ്റീരിയറിലാണെങ്കിൽ നമുക്ക് കുഷാക് ഫേസ് ലിഫ്റ്റിൽ കിട്ടിയ പോലെ പുതിയ 10.25 ഇഞ്ചസിൻ്റെ സ്ക്രീൻ ആയിക്കോട്ടെ, പിന്നെ അതായത് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ, പിന്നെ ഇംപ്രൂവ്ഡ് UI ഉള്ള നമ്മുടെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. മസാജിങ് സീറ്റ്സ് ഒക്കെ ബാക്കിൽ മിക്കവാറും വരുമായിരിക്കും, കാരണം കുഷാക്കിൽ സ്കോഡ കൊടുത്താണ്. അതല്ലാതെ ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയാൻ നമുക്ക് പാനോറമിക് സൺറൂഫ് അഗൈൻ അതും ഇതിൻ്റെ അകത്ത് വരും. അതായത് ബേസിക്കലി കുഷാക് ഫേസ് ലിഫ്റ്റിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ വണ്ടിയിലും വരുന്നതായിരിക്കും. അവർക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റിയ സംഭവം കുഷാക്കിൽ സ്കോഡ കൊടുക്കാതിരുന്ന 360 ക്യാമറ ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് തന്നെ കൊടുക്കുക, അതുപോലെ അഡ്വാൻസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റം കൊടുക്കുക. പക്ഷേ ഇത് രണ്ടും എന്തായാലും ഈ വണ്ടിയിലും ഉണ്ടാവില്ല, കാരണം ടെസ്റ്റിംഗ് ഇമേജ് എല്ലാം വന്നിരിക്കുന്നതിൽ ഈ 2 സാധനങ്ങളും ഇല്ല. 360 ക്യാമറയുടെ മറ്റേ മിററിലുള്ള ഒരു മറ്റേ ബൾജിങ്ങും ഇല്ല, അതുപോലെ തന്നെ അഡാസിൻ്റെ റഡാറും ഒരു ഫ്രണ്ടിൽ നമ്മുടെ ബമ്പറിലായിട്ട് കൊടുത്തിട്ടില്ല. സോ എന്തായാലും ഈ വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റിൽ ഇതിൻ്റെ അകത്ത് അത് കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു അഡീഷൻ ആയിരുന്നു നമുക്ക് പറയാമെന്ന് മാത്രം. അതല്ലാതെ എഞ്ചിൻ ഓപ്ഷൻസിനകത്തിൽ 1.5 TSI ഉണ്ടാവും. അത് കുഷാക്കിൽ അവരിപ്പം 7 സ്പീഡ് DSC മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ വണ്ടിയിലും പണ്ട് മാനുവൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരും ഫോക്സ് വാഗനും DSC മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന് പുറമെ 1 ലിറ്റർ TSI ഉണ്ട്, അതിൽ നമുക്ക് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ആയിരുന്നു പണ്ട് ടോക്ക് കൺവെർട്ടർ വന്നിരുന്നത്. ഇപ്പോൾ കുഷാക്കിൽ നമുക്ക് പുതിയ 8 സ്പീഡ് ടോക്ക് കൺവെർട്ടറാണ് കിട്ടുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ പുതിയ ടൈഗണിലും കിട്ടാൻ പോകുന്നത്. സോ അതാണ് ടൈഗൺ ഫേസ് ലിഫ്റ്റിൻ്റെ അപ്ഡേറ്റ്. ഇനി നമ്മുടെ അടുത്ത വാഹനം, ഇതിൻ്റെ ലോഞ്ച് ഈ മാസം തന്നെ ആയിരിക്കും എന്നുള്ളത് ഏകദേശം കൺഫേം ആണ്, കാരണം നമുക്ക് കഴിഞ്ഞ മാസം ഈ വിറ്റാര കിട്ടിയതാണ്, ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും. ഈ വണ്ടി ഇപ്പോൾ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ ഏപ്രിലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അർബൻ ക്രൂസർ ഇവലെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബേസിക്കലി ഈ വിറ്റാര തന്നെയാണ്, അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. പക്ഷേ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കാര്യത്തിൽ അവർ ഫ്രണ്ടിൽ അത്യാവശ്യം ഡിഫറൻസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ്റെ കാര്യത്തിൽ കൂടുതൽ ആൾക്കാർക്കും ഈ വണ്ടിയുടെ ഫ്രണ്ടാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കമൻസിലൊക്കെ. ബാക്ക് ഡിസൈൻ ആയിക്കോട്ടെ, സൈഡ് ഡിസൈൻ ആയിക്കോട്ടെ, ഈവൻ അലോയ് വീൽസിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ വിറ്റാരിൽ കിട്ടുന്ന അത് തന്നെയാണ്. ഈവൻ നിങ്ങൾ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊന്നും ഒരു വ്യത്യാസമില്ല, അവർ കളർ കോമ്പിനേഷൻ പോലും അധികം മാറ്റിയിട്ടില്ല. എക്സാക്ട്ലി ഈ വിറ്റാരുടെ അതേ കോമ്പിനേഷൻ തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. ആകപ്പാടെ ലോഗോ എല്ലായിടത്തും ടൊയോട്ടയുടെ കിട്ടുമെന്ന് മാത്രം. സ്റ്റിയറിംഗ് വീലിൽ ടൊയോട്ടയുടെ ലോഗോ, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ബൂട്ടായി വരുമ്പം ടൊയോട്ടയുടെ ലോഗോ കാണിക്കും, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഈവൻ ഫീച്ചേഴ്സിൻ്റെ കേസിലും എല്ലാം ടൊയോട്ടയുടെ സുസുക്കി തന്നെയാണ് ടൊയോട്ട ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി കൺഫിഗറേഷൻ ഇതിനകത്ത് വരുന്നത് 61 kWh 49 kWh ആണ്. അഗെയിൻ റേഞ്ച് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ വിറ്റാരിൽ കിട്ടുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. വേണമെങ്കിൽ ഇവർ 2 വണ്ടികളും പുറത്തു കൊടുക്കുന്ന ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ ടൊയോട്ടയ്ക്കെങ്കിലും ഇവിടെ ഒരു എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരു പ്രോപ്പർ റീബാസ്റ്റ് അല്ലെങ്കിൽ അത് സെയിം വണ്ടി തന്നെ എടുത്ത് വിൽക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവരതും കൊടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എന്തൊക്കെയാണോ ഈ വിറ്റാരിലുള്ളത് അത് മാത്രം മതി എന്ന് തന്നെയാണ് ടൊയോട്ടയും വിചാരിച്ചിരിക്കുന്നത്. ഈ വിറ്റാരയുടെ പ്രൈസിങ് എന്തായാലും അത്യാവശ്യം നല്ലതായിരുന്നു. ഇത് മിക്കവാറും അതിനേക്കാൾ ഒരു 50,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും എക്സ്ട്രാ വരാൻ പോകുന്നു. ഏകദേശം ഒരു 30,000 50,000 ആ റേഞ്ചിലൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരുള്ളൂ. ഈ വിറ്റാരയുടെ പ്രൈസിങ് നല്ലതായതുകൊണ്ട് ഈ വണ്ടിയും സിമിലർ പ്രൈസിൽ ഇറങ്ങുകയാണെങ്കിൽ അഗൈൻ നമുക്ക് ടൊയോട്ട വേർഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൈ ആയിട്ട് പറയാം. അതാണ് ഇതിൻ്റെ കേസ്. ഇനി നമ്മുടെ അടുത്ത വാഹനം ഈ ലിസ്റ്റിലുള്ളത് MGയുടെ മജസ്റ്റർ ആണ്. ഈ വണ്ടിയുടെ അവർ മീഡിയ ഡ്രൈവും സംഭവങ്ങളും ഒരു ചെറിയ ഓഫ് റോഡ് ഡ്രൈവ് പോലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം തന്നെ നടത്തിയതാണ്. ഈ വണ്ടി മാർച്ചിൽ ഇറങ്ങും എന്ന് പറഞ്ഞതുമായിരുന്നു, പക്ഷേ അതെന്തായാലും നടന്നില്ല. മാർച്ചിൽ നമ്മൾ മൊത്തം വെയിറ്റ് ചെയ്ത് പ്രൈസ് വരുമെന്ന് വിചാരിച്ചു, പക്ഷേ വന്നില്ല. ഇനി ഏപ്രിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരും എന്ന് പറയുന്നുണ്ട്. അഗെയിൻ അതും ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ മാത്രമാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി ഇത്രയും ഡിലേ ആക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് 2025 ഓട്ടോ എക്സ്പോ
എക്സ്പോയിൽ കാണിച്ചതാണ് ജാനുവരി സമയത്ത്. എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഒരു വണ്ടി ഇറക്കിയിട്ടില്ല. ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ ഇത് ഇറക്കുന്നതിനെ പറ്റി കുറച്ച് സൂചനകളെങ്കിലും കിട്ടി തുടങ്ങിയത്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ 3 മാസം കഴിഞ്ഞു, അവർ ഈ വണ്ടിയുടെ പ്രൈസ് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ മൊത്തത്തിലുള്ളൊരു കൺഫ്യൂഷനിലാണ് മജസ്റ്റർ നിൽക്കുന്നത്. ബാക്കി സംഭവങ്ങൾ ഇപ്പോൾ സ്പെക്ക് ആയിക്കോട്ടെ, നമുക്ക് 2 ബൈ ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിനകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇൻ്റർ ക്വാളിറ്റി സംഭവങ്ങളെല്ലാം ഫോർച്യൂണർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ വണ്ടി ബെറ്റർ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും MGയുടെ വണ്ടി ആയതുകൊണ്ടൊക്കെ ഉള്ള ചിലപ്പം ആൾക്കാർക്കൊരു എടുക്കാനുള്ള മടി ഉണ്ടാവായിരിക്കും. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഈ വണ്ടി ഗ്ലോസ്റ്ററിനേക്കാൾ വലുതാണ്. ഗ്ലോസ്റ്റർ ആക്ച്വലി ഫോർച്യൂണറിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഗ്ലോസ്റ്ററിനേക്കാൾ വലുതാണ് എന്ന് പറയുമ്പോൾ ഫോർച്യൂണറിനേക്കാൾ ഡെഫിനറ്റ്ലി മജസ്റ്റർ വലുത് തന്നെയാണ്. അഗൈൻ ഇതിൻ്റെ ഒരു സ്പെസിഫിക് ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല, അത് ഞാൻ വീണ്ടും പറയുന്നു. ഇത് നമ്മുടെ അടുത്ത വാഹനം നിസാൻ ടെക്ടോൺ ആണ്. ഈ വണ്ടി സത്യത്തിൽ ഫെബ്രുവരിയിൽ ലോഞ്ച് ആവാനിരുന്നായിരുന്നു. ഫെബ്രുവരി മാർച്ചാണോ അത് ഞാൻ മറന്നുപോയി. പക്ഷേ എനിവേ ഇത് ലോഞ്ച് ആവേണ്ട ടൈം ലൈൻ അവരൊന്ന് മാറ്റിയിട്ട് അതിന് പകരമാണ് നമുക്ക് ഗ്രാവൈറ്റ് കിട്ടിയത്. അതും ഗ്രാവൈറ്റിൻ്റെ ലോഞ്ച് നല്ല ഗംഭീരമായിട്ടാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നു അവർ ഈ വണ്ടി ലോഞ്ച് ആക്കാൻ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഇവൻറ്റിനകത്ത് ഗ്രാവൈറ്റ് കൊണ്ടങ്ങോട്ട് ഇറക്കി. അതാണ് അത്രയും ഗ്രാൻഡ് ലോഞ്ച് ആയത്. പറഞ്ഞു വരുമ്പോൾ ഗ്രാവൈറ്റ് ജസ്റ്റ് ഒരു റീബാസ്റ്റ് ഡ്രൈവർ ആയിരുന്നു. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല, ഇതും കൈൻഡ് ഓഫ് റീബാസ്റ്റ് ഡസ്റ്ററാണ്. പക്ഷെ എന്നാലും ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ അവർ കുറച്ചൊക്കെ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇത് നിസാൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവർ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഡിഫറൻസിയേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഇൻറ്റീരിയർ ആക്ച്വലി ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ വാഹനത്തിൻ്റെ. ഡസ്റ്ററിൻ്റെ തന്നെ പുതിയ വണ്ടിയുടെ, അതായത് ഇന്ത്യൻ സ്പെക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നമ്മൾ പ്രോപ്പറായിട്ട് കാണുന്നതിന് അൺവെലിൻ്റെ സമയത്താണ്. അതുവരെ അവർ ഇൻറ്റീരിയർ ഒന്ന് ലീക്ക് ആവാതെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. റെനോ ആയിക്കോട്ടെ നിസാനും ആയിക്കോട്ടെ, 2 കമ്പനികളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ടെക്ടോണിൻ്റെ ഇൻറ്റീരിയർ ഇപ്പോഴും അറിയാത്തത്. എക്സ്റ്റീരിയർ ഡിസൈൻ അവരിപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-6 മാസമായി. ആദ്യം ഗ്രാവൈറ്റിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു, അതല്ലാതെ ആ വണ്ടിയുടെ തന്നെ, അതായത് ഇതിൻ്റെ മാത്രമായിട്ടുള്ള കുറച്ച് ഡിസൈൻ സ്കെച്ചസ് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം ഈ വണ്ടി എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഡസ്റ്ററായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് സൈഡ് പ്രൊഫൈൽ ഒഴികെ. സൈഡിലാണ് പിന്നെ പ്ലാറ്റ്ഫോം ഒക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ സിമിലാരിറ്റീസ് തോന്നുന്നത്. റെനോയുടെ RGMP, അതായത് റെനോ ഗ്ലോബൽ മോഡൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് വരുന്നത്. ഇത് ആക്ച്വലി ഇവരുടെ തന്നെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായ CMF-B എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൻ്റെ അഡാപ്റ്റേഷനാണ്. അതുകൊണ്ട് ഇവിടേക്ക് വരുമ്പോഴേക്കും ചിലപ്പം റെനോ നിസാനിനെ ഇപ്പം NGMP എന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും അവരുടെ ഒരു സ്വന്തം പേരിട്ടങ്ങ് വിളിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നും ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല. അഗൈൻ ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ലോഞ്ച് ഏപ്രിലായിരിക്കും എന്നുള്ളൊരു കറക്റ്റ് ഇൻഫർമേഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവർ ലോഞ്ച് ജസ്റ്റ് ഡിലേ ആക്കിയോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ടൈം ലൈൻ മാറ്റി എന്ന് മാത്രമേ അറിയുള്ളൂ. എന്നത്തേക്കാണ് മാറ്റിയത് ഓർ എക്സാക്റ്റ് ഡേറ്റ് എപ്പോഴാണ് എന്ന് റിലീസായിട്ടില്ല. പക്ഷേ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് ഈ വണ്ടി ഈ മാസം വരും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡസ്റ്റർ കണ്ട പോലെ തന്നെ ആദ്യത്തെ ഒരു റിവീൽ ഇവൻറ്റ്, അത് കഴിഞ്ഞ് പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ വരാൻ എന്തായാലും ലേറ്റ് ആവും, നമുക്കറിയാമല്ലോ. ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് വാഹനം മെർസിഡീസിൻ്റെ പുതിയ CLA ഇലക്ട്രിക് ആണ്. ഈ വണ്ടിയുടെ മീഡിയ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. വണ്ടിയുടെ ഡിസൈൻ, ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ പ്രൈസ് മാത്രമാണ് ഇനി പറയാൻ ബാക്കിയുള്ളത്. അത് ഈ വരുന്ന ഏപ്രിൽ 24-നായിരിക്കും അവർ പറയാൻ പോകുന്നത്. ഇതിൻ്റെ 2 ട്രിം ലെവൽസ് ആണുള്ളത്. CLA 200 ഉണ്ട്, അതുപോലെ 250+ എന്ന് പറഞ്ഞൊരു മോഡലും വരുന്നുണ്ട്. 85 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 790 കിലോമീറ്റേഴ്സിനടുത്താണ് അവർ ഈ വണ്ടിയിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. അത് വളരെ കൂടുതലാണ്. അതും 600-ന് മുകളിലൊക്കെ ആയിട്ട് ഇതിന് സുഖമായിട്ട് കിട്ടും എന്നും പറയുന്നുണ്ട്. ഇവൻ്റെ ഒരു ഡ്രാഗ് കോഎഫിഷ്യൻ്റ് വളരെ കുറവാണ്. 0.21 CD ആണ് ഇതിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് വരുന്നത്. അത് ഭയങ്കര ഇമ്പ്രസീവാണ്. എൻ്റെ അതല്ലാതെ നമുക്ക് ഫീച്ചേഴ്സ് ആണെങ്കിലും ഓവറോൾ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഈ പുതിയ CLAയുടെ കാര്യത്തിൽ. ഇപ്പോൾ ഈ പുതിയ CLA നമുക്കാകെ ഇലക്ട്രിക്കൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പണ്ട് ഇത് പെട്രോൾ ഡീസൽ എല്ലാ രീതിയിലും കിട്ടുമായിരുന്നു. പണ്ട് കുറച്ച് വിയേർഡായിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ അവർ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു രസമുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് ആയിരിക്കും കീ ഫാക്ടർ. ഇത് മെർസിഡീസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനം ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ വളരെ വളരെ നല്ലത്. സോ ഗൈസ്, ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്റ്റ്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.